പഴംപൊരി എപ്പോഴും ഒരേപോലെ കഴിച്ച് മടുത്തെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പെറുക്കി പെറുക്കി കഴിക്കാൻ പറ്റുന്ന രീതിക്കുള്ളൊരു പഴംപൊരിയാണ്. മാത്രമല്ല ഇതിന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് പഴംപൊരി ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാവാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. നമ്മൾ മൈദമാവ് എത്രയാണോ എടുക്കുന്നത് അതേ അളവിന് തന്നെ അരിപ്പൊടി എടുക്കണം. അപ്പോൾ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഇടരുത് കേട്ടോ. 1 സ്പൂൺ കടലമാവ്, പിന്നെ കുറച്ച് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഈ ഒരു അളവിന് 1 സ്പൂൺ കടലമാവ് കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതിലും അളവ് കുറച്ചാണ് എടുക്കുന്നുണ്ടെങ്കിൽ കടലമാവ് 1 സ്പൂൺ എടുക്കരുത് കേട്ടോ. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് ഞങ്ങൾ അടുത്തുള്ള ഹോട്ടലിലുള്ള ഒരു ഏട്ടനാണ് കേട്ടോ. അവിടുത്തെ പഴംപൊരിക്ക് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പഴംപൊരി നല്ല ടേസ്റ്റാന്ന് പറഞ്ഞപ്പോൾ അവരെനിക്ക് പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇത് നമുക്ക് ദോശമാവോ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ല വീർത്തിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു രീതി ഫോളോ ചെയ്താലേ. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ നമ്മുടെ അപ്പക്കാരുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സാധാരണ പഴംപൊരീൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഇതിനെ മാറ്റി ഒരു 5 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. പിന്നെ നമ്മുടെ പഴം എടുക്കുക, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കുറച്ച് കട്ടിക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നല്ല നൈസായിട്ട് കട്ട് ചെയ്യരുത്, ഇത്രയും ഒരു കട്ടിക്ക് വേണം ഇതിനെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതിന് നടുക്കുള്ള ആ കുരു ഉണ്ടല്ലോ, കറുത്ത കുരു, അതൊന്ന് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈസ്റ്റൊക്കെ വാങ്ങുന്ന കുപ്പിയില്ലേ അതിൻ്റെ അടപ്പ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ അടപ്പ് ഇങ്ങോട്ട് തിരിച്ചെടുക്കുക. എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്നും ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ നടുക്കുള്ള കുരു പെട്ടെന്ന് കളഞ്ഞ് കിട്ടും കേട്ടോ. നല്ല കറക്റ്റായിട്ട് കളഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കൊരു വടേൻ്റെ ഷേപ്പാക്കിയിട്ട് ഇത് എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കത്തി വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ ആ കറുത്ത കുരുണ്ടല്ലോ അതിങ്ങനെ ഇളക്കി കൊടുത്താലും നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് 2 സൈഡിൽ നിന്നൊന്നിങ്ങനെ ഇളക്കിയിട്ട് നമ്മൾ പിന്നെ ഒരു വിരലിട്ടിട്ടൊന്നിങ്ങനെ അതിൻ്റെ ഹോളൊന്ന് ശരിയാക്കിയിട്ട് കൊടുത്താൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈസ്റ്റിൻ്റെ ആ കുപ്പി ഉണ്ടല്ലോ അത് വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏത് രീതിയാണോ നിങ്ങൾക്ക് പറ്റുന്നത് അതുപോലെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ ഹോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായിട്ട് അതിലേക്ക് നമ്മളിതിനെ ഒരു വിരലിൽ ഇട്ടിട്ട് വേണം എണ്ണയിൽ അല്ല മാവിൽ മുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നാലേ കറക്റ്റ് ആ ഹോൾ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എണ്ണയിൽ ഇടുമ്പോൾ ആ ഹോൾ അടഞ്ഞു പോകും. അപ്പോൾ ഒരു വിരലിൽ ഇങ്ങനെ അത് കോർത്തെടുത്തിട്ട് മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കുഞ്ഞു കുഞ്ഞു വടയായിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ല വീർത്തിരിക്കുന്ന പഴംപൊരിയില്ലേ അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്